ഇവരെല്ലാവരും കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് ഓവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ടയേർഡാണ്. പക്ഷേ ഈ ഡോക്ടർ കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ ഡോക്ടറിന് നല്ല ടയേർഡാവുന്നുണ്ട്. അതുപോലെ പെട്ടെന്ന് വയ്യാതെയൊക്കെ ആവുന്നുണ്ട്. എന്നിട്ടും അതൊന്നും നോക്കാതെ ആ ഡോക്ടർ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കൂടെയുള്ള വർക്ക് ചെയ്യുന്ന കൊളീഗ്സൊക്കെ പറയാണ്, ഒട്ടും വയ്യാതിരിക്കുകയാണെന്ന് തോന്നുന്നു, നിങ്ങൾ പോയി കുറച്ച് റെസ്റ്റ് എടുക്കുന്നൊക്കെ പറയാണ്. അപ്പോൾ എനിക്ക് അതിന് മാത്രമുള്ള കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വീണ്ടും വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ നടക്കുന്നതിന് മുമ്പ് തന്നെ ആ ഡോക്ടർ തല ഇറങ്ങി വീഴുകയാണ്. ഒട്ടും നിൽക്കാൻ പറ്റാതെ തല ഇറങ്ങി ഫ്ലോറിലോട്ട് വീഴുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കൊളീഗ്സ് എല്ലാം ഓടി അവൻ്റെ അടുത്തൊക്കെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും വിളിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ അവന് പൂർണ്ണമായിട്ടും ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇവർ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു വൈറസ് സ്പ്രെഡ് ചെയ്ത കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ടൊക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആർക്കും അങ്ങോട്ട് വരാത്തതുകൊണ്ട് ഈ ഉള്ള ഡോക്ടേഴ്സാണ് അവിടെയുള്ള പേഷ്യൻസിനെയൊക്കെ കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. ഇങ്ങനെ ഫെയിൻ്റായിട്ട് വീഴുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഡോക്ടേഴ്സ് ഓടി വരുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ള സ്റ്റാഫ് അത് തടയുന്നുണ്ട്. വൈറസ് സ്പ്രെഡാവുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ തന്നെ ആ ഡോക്ടറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ട്. ഇവൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ അബ്നോർമലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവന് ഒട്ടും ബോധമില്ല. ഇവരെല്ലാവരും വിളിച്ചതിന് ശേഷം ഇവന് ബോധം ഒട്ടും തന്നെ വരുന്നില്ലായിരുന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടും ഒട്ടും തന്നെ ബോധം വരുന്നില്ല. അപ്പോൾ മെയിൻ ലീഡായ ഒരു പെൺകുട്ടി സ്വന്തമായിട്ട് വോളണ്ടിയറായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് കയറി വരികയും ആ ഡോക്ടറിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അവൾ അവന് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവൻ്റെ ഹാർട്ട് ബീറ്റ്സൊക്കെ നോർമലാക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.